ഇവിടുന്ന് ഒരു ക്രിസ്ത്യൻ ചർച്ച്, ചർച്ച് കഴിഞ്ഞ് അപ്പുറത്ത് മോസ്ക് കാണാം. മോസ്ക് കഴിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് കടലിലേക്ക് പുലിമുട്ട് വഴി കടലിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പുറത്ത് ഇടത് സൈഡിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ, അദാനി പോർട്ടിൻ്റെ ക്രെയിനും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തും കാണാം. ഒരു ബോട്ട് വരുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരാളാണ് വരുന്നത്. അമരത്തിൽ മമ്മൂട്ടി വരുന്നതുകൊണ്ട് വരികയാണ്. അതെന്തായാലും മീൻ ഉണ്ടാവുമെന്ന് തോന്നുന്ന വരവ് കണ്ടിട്ട്. അത് എല്ലാവരും ഒരു പ്രതീക്ഷയിൽ ഇതൊക്കെ ഒരു ഇരിക്കുന്നവരൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. എന്ത് മീനാണ് അതിനകത്തുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. കേരള കോളിങ്ങിൻ്റെ യാത്രയ്ക്കായി നമ്മൾ വിഴിഞ്ഞത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം മത്സ്യബന്ധന തീരത്താഴത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് മീൻ വാങ്ങിക്കാൻ വരേണ്ടവരും മീൻ കൊടുക്കാൻ വരുന്നവരും എല്ലാം, അതായത് പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഈ തീരത്താണ് എത്തുന്നത്. ഇവിടെ നിന്ന് പിടിച്ച മീൻ ലേലത്തിൽ പിടിച്ചത് വിൽക്കുന്ന ഒരു ചന്തയാണിത്. ഇവിടെ ഒരുപാട് പച്ച മത്സ്യം എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് നമ്മൾ ഉണക്ക മത്സ്യമാണ്. അത് പ്രത്യേകിച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഉണക്ക മീനുകളുണ്ട്. വാള, ഉണക്കക്കൊഞ്ച്, നത്തോലി, പാര, അങ്ങനെ ഒരുപാട് മീനുകൾ, ഉണക്കിയ മീനുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ആ സൈഡിലാണെങ്കിൽ നല്ല വലിയ മീനുകൾ, വലിയ മീൻ, ഞണ്ടൊക്കെ ഇരിക്കുന്നല്ലേ, ഞണ്ട്, ഭീകര ഞണ്ടൊക്കെ ഇരിക്കും. ഞണ്ടൊക്കെ എന്തുവല്ലേ? ഒരെണ്ണത്തിനാണോ അതോ ഒരു സെറ്റിനാണോ? ഒരു സെറ്റിന്. ഇത്രയും സെറ്റിന് ഞണ്ട് ഭീകര ഞണ്ടാണ്. അതിൻ്റെ 1000 രൂപയാണ് ഒരു സെറ്റ് ഞണ്ടിന്. അല്ല ഇപ്പൊ ഇവിടെ ഒരു മീൻ ഒരാളും അനക്കമൊന്നും കാണുന്നില്ല. സാധാരണ ഗതിയിൽ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ. അതെ, മീന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് കാരണമാണോ? വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കും. ചൂരയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോ ഇവിടെ കച്ചവടമൊക്കെ നിറച്ച ആളുകളുണ്ടായിരുന്നതാണ്. ഒന്നുമില്ല, ആരുമില്ല, ഒരു അനക്കവുമില്ല. ആളും അമ്പാരിയും ഒക്കെ ഒഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ ആയി വിഴിഞ്ഞ തീരദേശം. മീൻ സീസൺ കുറവായതുകൊണ്ടായിരിക്കാം. അവിടെ വലിയ മീൻ വേണ്ട, ഞങ്ങളൊന്ന് നോക്കാൻ വന്നാന്നേ. ഒരു വലിയ മീനിരിക്കുന്നു. ഇതെന്ത് മീനാമ്മ? വെള്ളപ്പാര. അതാണോ? വലിയ ഗംഭീരമായിട്ടുള്ളൊരു മീനാണ്. ഇത് ഐസ് ഫാക്ടറി ഉണ്ട്. കവർ കച്ചവടം ചെയ്യുന്നവരുണ്ട്, വെള്ളം കച്ചവടം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു ലേലം വിളി നടക്കുന്നുണ്ട്. ഏതോ ഒരു വള്ളത്തിൽ വന്ന മീനിനെ അവിടെ ലേലം വിളിക്കുകയാണ്. ആ ലേലം വിളിക്കുന്ന മീനിന് ലേലം വിളിച്ച് മീൻ പാത്രത്തിലാക്കി അവർ ഈ കിടക്കുന്ന ഓട്ടോകളിൽ കയറി നഗരത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നമ്മളുടെ വീടുകളിലേക്ക് വരുന്നു. അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർ ഒരു ചന്തയിൽ കൂടി ഇരുന്ന് വിൽക്കുന്നു. ഉച്ച കഴിയുമ്പോഴോ അല്ല വൈകിട്ടോ മീൻ തീരുമ്പോൾ അവർ തിരിച്ച് ഇതേപോലെ ഒരു ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അടുത്ത ദിവസം ഈ പരിപാടി വീണ്ടും തുടങ്ങുന്നതാണ് ഈ മത്സ്യബന്ധന മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. വിഴിഞ്ഞത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു വിഗ്രഹമായിട്ടുള്ള ഒരു നോട്ടം നടത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ക്രിസ്ത്യൻ ചർച്ച്, ചർച്ച് കഴിഞ്ഞ് അപ്പുറത്ത് മോസ്ക് കാണാം. മോസ്ക് കഴിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് പുലിമുട്ട് വഴി കടലിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പുറത്ത് ഇടത് സൈഡിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ, അദാനി പോർട്ടിൻ്റെ ക്രെയിനും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തും കാണാം. ഇവിടെ എല്ലാവരും നിരന്നിരുന്ന് മീൻ ക്ലീൻ ആക്കുന്നവരാണ്, കട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം തൊഴിൽ മേഖല. അവിടെ എന്താണ് ഇനി നമുക്ക് ലേലം നടക്കുന്നതെന്ന് നോക്കാം. ഇതിനിടയിൽ ഒരു കാഴ്ച നമുക്കവിടെ കാണാനുണ്ട്. കത്തി രാഗി പിരിക്കുകയാണ്. ഇത് മീൻ മുറിക്കണമല്ലോ. അങ്ങോട്ട് പോവാം. കത്തി രാഗി മിനുക്കി വൃത്തിയാക്കി കൊടുക്കുന്ന, മൂർച്ചയാക്കി കൊടുക്കുന്ന ആളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് ഒരിക്കലൊരു കത്തി രാഗി കൊടുക്കുന്ന ആളിന് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂർച്ചയാക്കി വെച്ചിരിക്കുന്ന കത്തികളാണിത്. എത്ര വലിയ മീനൊക്കെ വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മൂർച്ചയാക്കി വെച്ചിരിക്കുന്ന കത്തികളാണ്. അതൊക്കെ ഒരു താളത്തിലാണ് കാര്യം കൈകാര്യം. നല്ല മൂർച്ചയാണ്. ഇനി അടുത്തോട്ട് പോകുന്നത് അപകടമാണ്. കാരണം മൂർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലേലത്തിലെടുത്ത മീൻ ഐസൊക്കെ ഇട്ട്
കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യും. വല്ലാത്ത ചൂടും മീനുമില്ല, വല്ലാത്ത അവസ്ഥ തന്നെ. നോക്കാം. ഒരു വെള്ളം വന്നിട്ടുണ്ട്. ഒരു വെള്ളം വന്നു. അതിനകത്ത് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് നോക്കാം. നല്ല ജീവനുള്ള മീൻ, പച്ച മീൻ വന്നിട്ടുണ്ട്. ലേലത്തിൽ പിടിച്ചോണ്ട് പോകുന്നവർ പിടിച്ചോണ്ട് പോകട്ടെ. വിൽപ്പനക്കാർ മാത്രമല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നവരും ഉണ്ട്. അതിനകത്ത് കൂട്ടത്തിൽ അവർ ചിലപ്പോൾ വന്ന് ലേലത്തിൽ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മളും വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ഇവിടെ വന്ന് ലേലത്തിൽ എടുക്കാറുണ്ട്. ലേലം പിടിച്ച് നമ്മൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോഴൊക്കെ ഭയങ്കര വില മീൻ. എല്ലാവരും ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. ഇത്രയും വില കൊണ്ട് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള ശങ്കയിലാണ്. അപ്പോൾ അതിൻ്റെ കച്ചവടം നടന്നു. ഒരു ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിന് വാങ്ങിക്കാൻ വന്നൊരു ചേട്ടൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് ബിഗ് ഷോപ്പറിലേക്ക് ഉടനെ തന്നെ മാറ്റി അത് വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്കാണോ ഹോട്ടലിലേക്കാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല പടയ്ക്കുന്ന പച്ച മീൻ നമുക്ക് ഇവിടെ ഐസൊക്കെ ഇടാതെ നല്ല മീൻ കിട്ടാം. അത് വാങ്ങിക്കുന്നു. അപ്പോൾ ഇത് വാരി ഇട്ട് കൊടുക്കുന്ന ഒരു പാവം പിടിച്ച അമ്മച്ചിയായിരിക്കും. മുമ്പ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അധികം ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മച്ചിയായിരിക്കും ഇത് വാരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അവർക്ക് ഒരു 10 രൂപ കിട്ടും. അങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി ഈ കടലിനെ ചുറ്റിപ്പറ്റി എത്രയോ പേര്, മീൻ പിടിക്കുന്നവരെ മാത്രമല്ലാതെ തന്നെ എത്രയോ പേര് ജീവിക്കുന്ന അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ കടൽ. അതുകൊണ്ടാണ് കടലമ്മ എന്ന് ഇവിടെയുള്ളവർ കടലിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ബിഗ് ഷോപ്പർ പിടിച്ചിരിക്കുന്ന ചേട്ടനാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇനി അത് ക്ലീനാക്കിയോ മറ്റോ ബാഗിനകത്താക്കി കൊണ്ടുപോകും. അതിൻ്റെ ഡീലിങ്സ് നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത വള്ളം വരുന്നത് നോക്കി നമ്മൾ കടലിലേക്ക് ഉറ്റു നോക്കിയിരിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഒരു വള്ളം വന്ന് അടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും മീനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ അങ്ങോട്ട് അടുക്കുന്നുണ്ട്. മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത് ഇവിടെ നിറച്ച് മീനും ആളും ബഹളവും ഒക്കെ ഉണ്ടായിട്ടാണ്. മീനേ ഇല്ല, വള്ളങ്ങളില്ല, ആളുമില്ല, അനക്കമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. മീനെന്തോ കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കച്ചവടം നടന്നത് മീനാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ശുഷ്കമായി കിടക്കുന്ന ഒരു കടൽത്തീരമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വള്ളങ്ങളെല്ലാം കരയ്ക്കുണ്ട്. പോയിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു അവർ വൃത്തിയാക്കുന്നു, തെച്ച് കഴുകുന്നൊരു വള്ളം. എല്ലാ കച്ചവടക്കാരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാ മീനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഒരുപാട് പേര് എന്തൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം കച്ചവടമാണെന്ന് അറിയാം. ഐസ്, ഓട്ടോറിക്ഷകൾ, എത്രയോ വാഹനങ്ങൾ മീൻകാരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുമായിട്ടുണ്ട്. അവർ ചുമ്മാ ഇരിക്കുന്നു. മീനൊന്നുമില്ല. ഇവിടെയൊക്കെ തിരക്കുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം മീനേ ഇല്ല. അത് ലേലം വിളിക്കാൻ കൊണ്ടുവന്ന മീനാണ്. എന്ത് മീനേത്? അങ്ങനെ അവർ ലേലം വിളിക്കും. ലേലം വിളിച്ചിട്ട് ലേലത്തിൽ എല്ലാം മീൻ കച്ചവടം ചെയ്യുന്ന അമ്മച്ചിമാരാണ്. അവർ ലേലം വിളിച്ച് അവർക്ക് വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നൊരു വിലയ്ക്ക് അവരെടുക്കുന്നു. ഇത് ചുമന്നുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് വരുന്നു. എന്നിട്ടത് നമ്മളുമായിട്ട് ബാർഗെയിൻ ചെയ്ത് മുഴക്കിട്ടും അവർ വിൽക്കുന്നു. ലാഭം ഉണ്ടെങ്കിൽ കൈ വയ്ക്കുന്നു. ഒരു ബോട്ട് വരുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരാളാണ് വരുന്നത്. അമരത്തിൽ മമ്മൂട്ടി വരുന്നതുകൊണ്ട് വരികയാണ്. അതെന്തായാലും മീൻ ഉണ്ടാവുമെന്ന് തോന്നുന്ന വരവ് കണ്ടിട്ട് അത് എല്ലാവരും ഒരു പ്രതീക്ഷയിൽ ഇതൊക്കെ ഒരു ഇരിക്കുന്നവരൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. എന്ത് മീനാണ് അതിനകത്തുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒറ്റ മീനേ ഉള്ളൂ, ഒരു മീനേ ഉള്ളൂ. വേള 50, 1050, 1100 രൂപ, 1100, 100, 1100, 1100 രൂപ, 1100, 100, 1100 കൂട്ടിയുണ്ടോ? ഒരു വേള 1100 രൂപയ്ക്ക് പോയി. കുറച്ചുകൂടെ വലിയൊരു വെള്ളം വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും മീനുണ്ടോ തോന്നുന്നു.
ഇപ്പോൾ ഇച്ചിരി ചെറിയ ചലനമൊക്കെ തോന്നുന്നുണ്ട്. അവിടെ എന്തൊക്കെ മീനുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കടപ്പുറം ഒന്ന് ഉഷാറാകുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം അവിടെ ഇവിടെയൊക്കെ ഇരുന്നവരൊക്കെ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് കടത്തീരത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് നോക്കാം. ഇവിടെയൊക്കെ ഇരുന്നവരെല്ലാം എഴുന്നേറ്റ് ബോട്ടുകളുടെ അടുത്തേക്ക് പോവുകയാണ്. മറ്റേ ചെറിയ വെള്ളത്തിൽ വന്ന ഒരാൾ വന്ന ആൾ ഒറ്റ മീനേ ഉണ്ടായിരുന്നുള്ളൂ, അത് വിറ്റു. അത് ചൂണ്ടയിൽ പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. ചൂണ്ടയിൽ കിട്ടി, അത് 1100 രൂപയ്ക്ക് വിറ്റു. അദ്ദേഹം തിരിച്ചു പോകുന്നു. വീണ്ടും മറ്റേ വെള്ളത്തിൽ നിന്ന് ബ്ലാത്തി എന്ന് പറയുന്ന മീൻ. ഇപ്പോൾ ഏതാണ്ട് കടപ്പുറം ഒന്ന് ചലിച്ചു, ഒന്ന് ഉഷാറായി എന്ന് വേണം പറയാൻ. കാരണം ഒന്നാണ്ട് വലിയ വള്ളങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ മീനുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ട്. അവിടെ ലേലം വിളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വള്ളം വരുന്നു, ലേലം വിളിക്കുന്നു, ആ പാത്രത്തിലേക്ക് ആക്കുന്നു, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടവരാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ വളരെ കുറവ് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വളരെ കുറവാണ്, സീസണില്ല. അത് ഈ നോമ്പ് കാലങ്ങളൊക്കെ കഴിയണം. നോമ്പ് കഴിയുമ്പോഴാണ് ഇനി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ. എല്ലാ വർഷവും അങ്ങനെയാണോ? എല്ലാ കാലം എല്ലാ വർഷവും ഈ സമയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മീൻ വരുന്നു. ഈ കാലാവസ്ഥയുടെ കൂടും ഈ ഹാർബറിന്റെ ഇടി, കല്ലുകൊണ്ട് തട്ടുന്ന ഇടിയുണ്ടല്ലോ, അവിടെ ആ ഇടി അത് രുചി ചെയ്യുമ്പോൾ കൂടുതലും ബാധിക്കുന്നത് മീനിനെയും ബാധിക്കുന്നു, ജനങ്ങളെ ബാധിക്കുന്നു, ഈ ഇരിക്കുന്ന വീടുകളിലൊക്കെ ബാധിക്കുന്നു. വീടുകൾക്കുണ്ട്, വീടുകളിലൊക്കെ വിള്ളൽ ഇവിടെയാണ്, സൗണ്ട് കേട്ട് വിള്ളൽ ഇവിടെയാണ്. ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ദോഷമാണ് ഈ ഹാർബർ ഒന്ന്. പിന്നെ കുറച്ച് കൈയിട്ട് വാരി കുറച്ചൊക്കെ മിച്ചം കിട്ടും. അല്ല, അപ്പൊ ഈ ഇപ്പൊ പോയി വരുന്നവര് അത്ര ലാഭത്തിലല്ല മീൻ, വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മീന് പോകുന്നത് രാത്രി പോകുന്നവരാണ് രാവിലെ വരുന്നത്. അതായത് ഇപ്പോഴേ ഇന്ന് വെളുപ്പിലെ 4 മണിക്കൊക്കെ 2 മണിക്കൊക്കെ പണിക്ക് പോവുകയാണെങ്കിൽ നാളെ രാവിലെ വരുന്നു. കാരണം ഇന്നലെ ചിലവ് കൂടുതലാണ്. ഉൾക്കടലിൽ പോയാലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോഴും ഒരു ദിവസം കഴിഞ്ഞ് 2ാം ദിവസം വന്നാല് 2 ദിവസം ഒന്നിച്ച് പണി ചെയ്യണം. രാത്രിയും പകലും കടലിൽ കിടന്ന് പണി ചെയ്താല് അവിടെ ഇന്നലത്തെങ്കിലും എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അങ്ങനെ പോയും കിട്ടാതെ വരുന്നവരും ഒരുപാടുണ്ട്. എന്നാലും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോ ഒരുപാട് ഏറ്റങ്ങൾ പണിക്ക് പോകുന്നില്ല. ഒരു പോയിച്ച് വരുമ്പോഴത്തല്ലേ. അല്ല, അപ്പൊ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നു, അത് ലേലം വിളിക്കുന്നു. മീൻകാരോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനോ ഉള്ളവർ വാങ്ങിച്ചെടുക്കുന്നു. ഇപ്പൊ മീൻകാരാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് വാങ്ങിച്ച് ഇവിടെ കച്ചവടക്കാർ വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കും അതിന്റെ പരിപാടി? വാങ്ങിക്കും. ദൂരേന്നൊക്കെ വരും, 15-20 കിലോമീറ്ററിന് അകലെ ഇവിടെ വരുന്നത്. ഇവിടെ ഫ്രഷ് മീനെ കിട്ടത്തുള്ളൂ. അതെ അതെ അതെ. അപ്പോഴും പിടിക്കുന്നു, അപ്പോഴും വാങ്ങിക്കുന്നു. ഐസിംഗ് ഒന്നും ഇടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഫ്രഷ് മീനിന് വേണ്ടി കിലോമീറ്ററിന് അകലെ ഒന്ന് വരെയാണ്. അവർക്ക് വന്നിട്ട് തിരിച്ചു പോകുക. അത്രയ്ക്ക് മോശമായ അന്തരീക്ഷം. അപ്പൊ അവര് വന്ന് ഈ കച്ചവടക്കാരാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ വാങ്ങിച്ച് ഐസ് ഇടുന്നു, എന്നിട്ട് ഇവിടെ ചെരുവത്തിനകത്താക്കുന്നു, ഓട്ടോയിൽ കയറ്റുന്നു. ഓട്ടോ കയറ്റി അവർ മാർക്കറ്റുകളിൽ പോകുന്നു. എങ്ങനെ മീൻ പിടിക്കുന്നവർ ജീവിക്കുന്നു, ലേലം വിളിക്കുന്നവർ, ചുമട്ടുകാർ ജീവിക്കുന്നു, മീനെടുത്ത് വിൽക്കുന്നവർ ജീവിക്കുന്നു, ഓട്ടോക്കാർ ജീവിക്കുന്നു, സർക്കാരിന് വരുമാനമുണ്ട്. എല്ലാം ഇത് മത്സ്യം കൊണ്ട് പിന്നെ ചുറ്റിപ്പറ്റി ഐസ്, പിന്നെ മീൻ കട്ട് ചെയ്യുന്നവര് ഈ വള്ളങ്ങൾ കൊണ്ട് പിടിച്ച ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പിടിച്ചൊക്കെ ഉയരെ വെച്ചു അവർക്ക് 50 രൂപ. അങ്ങനെ ഒരുപാട് പേര് ജീവിക്കുന്നു, ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇതുകൊണ്ട് മത്സ്യ സമ്പത്ത് നിർച്ചയം ഗവൺമെന്റ് ഇല്ല, സംശയിക്കണ്ട. അതുകൊണ്ടാണല്ലോ കടലമ്മ എന്ന് പറയുന്നത് അല്ലേ. കടൽ ഒരുപാട് പേരെ തീറ്റിപ്പോറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ചെറിയ വള്ളങ്ങളൊക്കെ വന്നിട്ട് ഇന്നെന്താണ് പ്രത്യേകിച്ച് മീനുള്ളത്? ഇന്ന് ചെറിയ ചൂര, പൊള്ളൽ ചൂര എന്ന് പറയുന്നത്. അതാണ് 50 രൂപയ്ക്ക്, 50-55 രൂപയ്ക്ക്. അത് വന്നിട്ട് ഈ സമയങ്ങളിൽ 20 രൂപ 25 രൂപ വിൽക്കുന്ന മീനാണ്. അത് അത്രയ്ക്ക് ക്യാച്ചിങ് ഉണ്ടാവും. ക്യാച്ചിങ് ഇല്ലാത്തതുകൊണ്ട് മീൻ വില കൂടുതലാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപാട് പേരുടെ ജീവിതമാർഗമായിട്ടുള്ള ഇവിടെ ഇങ്ങനെ 100% ജനങ്ങളുടെ ജീവിതം മുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരും, നല്ല അവസ്ഥയുണ്ടാകും. ഇപ്പൊ എന്തായാലും കുറച്ച് ചേട്ടാ കാണാം.
കുറച്ച് വള്ളങ്ങളൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു പ്രതീക്ഷയിൽ എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സുന്ദരമായ പ്രതീക്ഷയിലൂടെ നമ്മൾ നമ്മുടെ കേരള കോളിംഗ് മുന്നിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ കാഴ്ചകൾ ഇതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ വിഴിഞ്ഞം തീരപ്രദേശം ഇങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ. എന്തായാലും വിഴിഞ്ഞം നമ്മൾ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്, വിദേശികൾ പോലും അത് വന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ ഫിഷിംഗ് രീതികളും അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും കച്ചവട രീതികളും ഒക്കെ കാണാനായിട്ട് ടൂറിസ്റ്റുകൾ പോലും വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. എന്തായാലും ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ സ്വന്തം ആവശ്യത്തിന് വാങ്ങിക്കാൻ വന്നവർ, ദൂരെ നിന്ന് വരുന്നവരെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേര് സ്വന്തം ആവശ്യത്തിന് വാങ്ങിക്കാൻ വന്ന് നിൽപ്പുണ്ട്. കച്ചവടക്കാരുണ്ട്. പക്ഷേ കച്ചവടക്കാർക്കാണ് കൂടുതലും പ്രതീക്ഷ. അവർ രാവിലെ ആ സ്ത്രീകളാണ്, എല്ലാം ഒരു സ്ത്രീകളുടെ ഒരു മേഖലയാണല്ലോ മത്സ്യ കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് കൂടുതൽ പേര് കാത്തു നിൽക്കുന്നത്. എന്തായാലും കിട്ടിയിട്ട് വേണം ഇതും കൊണ്ട് അടുത്ത മാർക്കറ്റ് പിടിക്കാൻ. മാർക്കറ്റ് പിടിച്ച് അത് കച്ചവടം ചെയ്തിട്ട് വേണം വൈകുന്നേരം തിരിച്ചു വരാൻ. എന്താ ഒരു ചുമടെടുത്തുകൊണ്ട് ഒരു കച്ചവടം നടന്നു. ആ സാധനം ചുമന്ന് എടുത്ത് ഓട്ടോയിലേക്കോ അത് അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകുന്ന ആളുകളാണിത്. അവർ കച്ചവടം കഴിഞ്ഞ ഒരാളാണ് ആ തലയിൽ ചെരുവൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ നടന്നത് കൊണ്ടുപോവുകയാണ്. അത് കൊണ്ടുവന്ന് അവരിതായ 2 പേര് അങ്ങനെ കൊണ്ടുപോയി വയ്ക്കുന്നു. അപ്പോൾ അവരും ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം ജീവിതങ്ങളിലൂടെയുള്ള യാത്രയാണ് കേരള കാളിംഗ്. നിങ്ങൾ ഇത് കാണാൻ മറക്കരുത്. ഇതൊക്കെ ഈ വെയിലും കൊണ്ട് നിങ്ങളെ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേരള കോളിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നതും ഈ യാത്ര തുടരുന്നതും. നമുക്ക് നാളെ കാണാം.